ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് പനീറിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള പനീർ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പനീർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. പനീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ 2 ചേരുവേ ആവശ്യമുള്ളൂ. നല്ല കൊഴുപ്പുള്ള വെള്ളം ചേർക്കാത്ത പാലും പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും. 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല കൊഴുപ്പുള്ള പാൽ എടുക്കണം എന്ന് പറയണത്, എന്നാൽ മാത്രമേ നമുക്ക് പനീർ ശരിക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നാരങ്ങാനീര് ഞാൻ ഇതുപോലത്തെ 2 എണ്ണം പിഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് വരെ നിങ്ങൾ എടുത്ത് വെക്കാം. കാരണം എന്തോരം നാരങ്ങാനീര് വേണം എന്നുള്ളത് നമുക്കൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ചേർക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ അളവ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 4 ടേബിൾ സ്പൂൺ പിഴിഞ്ഞ് വെക്കുക കേട്ടോ. പിന്നെ ഈ നാരങ്ങാനീര് ഞാൻ അരിച്ചെടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് കുരുവും ഇതിൻ്റെ അല്ലിയും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നേ റെഡിയാക്കി എടുത്തു വെക്കാനുണ്ട്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു അരിപ്പ പോലത്തെ ഈ ഹോൾസ് ഉള്ള ഒരു ഇതുപോലത്തെ ടൈപ്പ് പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹോൾസ് ഉള്ള പാത്രം മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത്രയും വലുത് വേണമെന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ വലുതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വലുതെടുത്തുന്നുള്ളൂ. പിന്നെ വേണ്ടത് കോട്ടൻ്റെ സാധാരണ ഇതുപോലത്തെ ഒരു തുണിയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തേക്കുവാണ്. നനഞ്ഞിരിക്കുവാണ് ഈ തുണി. നല്ല വൃത്തിയുള്ള ഒരു തുണി വേണം, അധികം കട്ടിയില്ലാത്ത. തോർത്തെടുത്താലും മതി. തുണി നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. പിന്നെ ചീസ് ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ. അത് ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്താണ്. കോട്ടൺ തുണിയൊക്കെ എങ്ങനെയായാലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. ചീസ് ക്ലോത്തിന്റെ ആവശ്യമൊന്നുമില്ല, കോട്ടൺ തുണി എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ അടിയിലൊരു വലിയ പാത്രം വെക്കാം. അതിൻ്റെ മേലെ നമുക്ക് അരിക്കാനുള്ള പാത്രം വെക്കാം. എന്നിട്ട് നമ്മൾ ആ തുണി ഇതിൻ്റെ മേലെ വെക്കാം. തുണി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ തുണി വെച്ചാൽ മതി. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് വെക്കുക ആദ്യമേ. ഇനി നമുക്ക് പാല് ചൂടാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ അതിനായിട്ട് അടി കട്ടിയുള്ള ഇതുപോലത്തെ കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ പാല് കാച്ചുന്ന അല്ലെങ്കിൽ ചായ ഇടുന്ന ഒരു സോസ് പാൻ ആയാലും മതി. ഇതുപോലെ നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന പാത്രം അടി കട്ടിയുള്ളതായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിൽ ചിലപ്പോൾ എണ്ണമയമൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മസാലയുടെ എന്തെങ്കിലും ഒരു ചുവയൊക്കെ ഉണ്ടാവാം. അപ്പം അതൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ ചട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ പാലിളക്കാൻ യൂസ് ചെയ്യുന്ന തവിയുണ്ടല്ലോ, അതും അതേ നല്ല ക്ലീൻ ആയിരിക്കണം. ഒട്ടും എണ്ണമയം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി തീ ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പാല് തിളപ്പിക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട നിങ്ങൾ, ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ചിട്ട് ഇത് കുറുകി വരട്ടെ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും തിളച്ച് പൊന്തിയിട്ട് തൂവി പോവുക. അപ്പം അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ തൂവി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫാറ്റ് കണ്ടന്റ് എല്ലാം പോകുന്ന പതക്കകത്ത് ഉണ്ടാവും. അപ്പം നമുക്ക് ഈ പനീർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ തിളച്ച് വല്ലാണ്ട് പൊന്തി പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കാൻ പാടില്ല. തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നന്നായിട്ട് കുറുകി എന്നുള്ളത് ഉറപ്പുവരുത്തുക. കണ്ടോ, ഇപ്പോൾ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് പൊന്തി വരും. നമ്മൾ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇതിനകത്ത് പാടയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. പാട കെട്ടാൻ അനുവദിക്കേണ്ട. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് ഒഴിക്കാൻ പാടില്ല. കുറച്ചായിട്ട് നാരങ്ങാനീര് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒത്തിരി സ്പീഡിൽ അങ്ങോട്ട് ഇളക്കി കൂട്ടാൻ പാടില്ല. ചെറുതായിട്ട് സ്ലോയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചായിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തും കൊടുക്കാം. നമ്മളിങ്ങനെ ആഡ് ചെയ്യും തോറും ഈ പാല് ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരും. കുറച്ചായിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. ഒപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പാൽ ഏകദേശം പിരിഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പാല് പിരിഞ്ഞ് പനീറായി വന്നു. അതൊക്കെ മാറിയിട്ട് ഒരു പച്ച കളർ, ഒരു നേരിയ ഒരു പച്ച കളറിലുള്ള വെള്ളം പോലെ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തത്രയും 3-4 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഫുള്ളായിട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് പാല് പിരിഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ പാല് പിരിയുന്നത് വരെ ഈ നാരങ്ങാനീര് കുറച്ചായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴാണോ പാല് ഫുള്ളായിട്ട് പിരിഞ്ഞ് മാറുന്നത്, ഈ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവണത്, അതുവരേക്കും നിങ്ങൾ നാരങ്ങാനീര് ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തപ്പോഴാണ് പാല് പിരിഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് 3 ആയിരിക്കാം, 3.5 ആയിരിക്കാം, ചിലപ്പോൾ 4 ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നാരങ്ങാനീര് കുറഞ്ഞു വേണ്ട, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എന്തായാലും എടുത്ത് വെക്കുക.
അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് പാല് വിരിഞ്ഞ് കഴിഞ്ഞു. പനീർ കണ്ടോ കണ്ടോ, പനീർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കട്ടി പനീറാണ്. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് ശക്തിയിലൊക്കെ ഇട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. പക്ഷെ എന്നാലും ഈ വെള്ളത്തിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് പനീർ വീണ്ടും ഇങ്ങനെ കിടക്കും തോറും കുക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ അനുവദിക്കാൻ പാടില്ല. പനീർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അപ്പം തന്നെ എടുത്തിട്ട് അരിച്ചു മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് ടെൻഷനില്ല. കാരണം നമ്മൾ ഓൾറെഡി അവിടെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുമല്ലേ. ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. സൂക്ഷിച്ചൊക്കെ ഒഴിക്കാം. ഇനി തുണി ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്ക് വല്ലാണ്ട് പിഴിയാൻ പറ്റില്ല, കാരണം നല്ല ചൂടിലല്ലേ ഇപ്പോൾ ഇത് ഇരിക്കണത്. അപ്പോൾ വല്ലാണ്ട് പിഴിയാൻ പറ്റില്ല നമുക്ക്. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞു കൊടുക്കാം. നമ്മൾ അടിയിൽ പാത്രം വെച്ചിട്ടുള്ളത് കൊണ്ട് വെള്ളം ഇതിൽ കൂടെ അങ്ങ് പൊക്കോളും. അപ്പം നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചിട്ടല്ലേ ഈ പനീർ ഉണ്ടാക്കിയത്. അപ്പോൾ ആ നാരങ്ങാനീരിൻ്റെ ഒരു സ്മെല്ലും ചെറിയൊരു പുളിപ്പൊരു ടേസ്റ്റും ഈ ഒരു പനീറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വല്ലാണ്ടുള്ള പുളിപ്പ് ഉണ്ടാവില്ല, എന്നാലും ഒരു ചെറിയ പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴി പോലെ വെച്ചേക്കുന്നത് തുറക്കുക. എന്നിട്ട് ഈ പനീറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. ഈ കിഴിയോട് കൂടി തന്നെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാരങ്ങാനീരിൻ്റെ പുളിപ്പും സ്മെല്ലും ഒന്നും വല്ലാണ്ട് അങ്ങ് ഉണ്ടാവില്ല. നമ്മളത് ബാധിക്കുകയില്ല കറിയിൽ ചേർത്താലും. ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തി കൊടുക്കുക നമുക്കിത്. ഇപ്പം ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഓൾമോസ്റ്റ് താഴോട്ട് ഈ പാത്രത്തിലോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഇതാണ് ആ വെള്ളത്തിന്റെ കളറ്. ഈ വെള്ളത്തിന് വേ എന്നാണ് പറയാട്ടോ, WHEY പ്രൊനൗൺസ് ചെയ്യുന്ന അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വെള്ളം നിങ്ങൾ കളയണ്ട. ഈ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒത്തിരി പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്. പ്രോട്ടീൻ ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ, അപ്പോൾ നിങ്ങൾ കുഴക്കാനായിട്ട് വെള്ളം യൂസ് ചെയ്യുന്നതിന് പകരം ഈ വാട്ടർ എടുത്താൽ മതി. പിന്നെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ സ്റ്റോക്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കളയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ഉണ്ട്. ഇതിന്റെ മേലെ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെക്കണം, എന്നാലേ ഇത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് ഇതുപോലത്തെ ഒരു കല്ലാണ്. അപ്പോൾ കല്ല് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ മേലെ വെക്കുന്നതിന് പകരം ഇതിന്റെ മേലെ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മേലെ ഈ കല്ല് വെക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വെയിറ്റ് ഉള്ളത് ഇതാണുള്ളത്. ഒരു 1.5-2 കിലോ ഉള്ള വെയിറ്റ് സാധനമൊക്കെ വെക്കാം നിങ്ങൾക്ക്. അല്ലാണ്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ളത് വെക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ലെവലിൽ വെക്കുക. ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിലുള്ള വെള്ളമൊക്കെ പോയി പനീർ നല്ല ഷേപ്പിൽ കട്ടിയായിട്ട് സെറ്റായി വരും. ഈ 2 മണിക്കൂറിന് ഇടയ്ക്ക് വന്നിട്ട് സെറ്റായെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തുറന്നൊന്നും നോക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മളെ പനീർ നല്ല ഭംഗിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടായി വരുന്നുണ്ട്. ഒട്ടും പൊടിഞ്ഞൊന്നും പോകുന്നില്ല, എന്നാൽ അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള നല്ല ടേസ്റ്റി പനീർ, ഹോം മെയ്ഡ് പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, സൂപ്പർ ടേസ്റ്റ് ആണ്, ഫ്രഷ് ആണ്. അപ്പോൾ ഞാനിത് പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.